പ്രസംഗർ സാധാരണ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പൊക്കെ പറയാറുണ്ട്, ദൈവം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കൺഷൻ പ്രസംഗരൊക്കെ സ്ഥിരം പറയുന്നൊരു പരിപാടിയാണ്, തേജസ് വാരി ചുറ്റി ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. വേഗത്തിൽ വരാനുള്ള തിരക്കുകൊണ്ട് വാരി ചുറ്റിയതായിരിക്കും. കാരണം നമ്മളിങ്ങനെ വാരി ചുറ്റുന്നതൊക്കെ എന്തിനാ? സൗകര്യമാർ പെട്ടെന്ന് സാരി ഉടുത്താൽ അല്ലേ, വാരി ചുറ്റി പോലെ ഇരിക്കും, വൃത്തിയാവില്ല. നമ്മൾ പ്രാർത്ഥിച്ച് സ്പീഡ് കൂട്ടിയപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? എവിടെ ആ തേജസ് ഇങ്ങനെ എടുത്തതെന്ന് പറഞ്ഞ് ദൂതന്മാർ കൊണ്ടു കൊടുത്തു, വാരി ചുറ്റി ഒരു വരവ്. അങ്ങനെ ആയിരിക്കാം എന്തോ. അപ്പോൾ തേജസ് വാരി ചുറ്റി കർത്താവ് ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ തൃശ്ശൂരുകാരല്ല ഇവിടെ വരും, ഒന്ന് കണ്ടേക്കാന്ന് ഓർത്ത്. പ്രശാന്ത് രഘുവംശൻ ദില്ലിയിൽ നിന്ന് ഇവിടെ വരും, ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ, തേജസ് കാരണം. നമ്മളിത് പ്രാർത്ഥിക്കുക, നിൻ്റെ തേജസ് അയക്കണം, തേജസ് അയക്കണം അല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് കർത്താവ് പറയും, നമ്മൾ ചോദിക്കും, കർത്താവേ ഞാൻ അത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. കർത്താവ് പറയും, ഞാൻ വന്നിരുന്നു ഇന്ന് ഫുൾ ഗോസ്പൽ ചർച്ചിൽ, കണ്ടില്ലേ? ഇല്ല, ഞാനുണ്ടായിരുന്നു അവിടെ. എപ്പോഴാ? ഏറ്റവും ഒടുവിൽ വീട്ടിലേക്ക് മടങ്ങാൻ ബസ് ഫെയർ ഇല്ലാതെ കാത്തു നിന്നത് ഞാനാ. ആരെങ്കിലും ഒന്ന് കൈ തരുമെന്നോർത്ത് കാത്തു നിന്ന ഞാനാ. നിങ്ങളൊക്കെ കൈ കൊടുത്ത് പോയപ്പോൾ എൻ്റെ അരികിലേക്കൊന്ന് വരുമെന്നോർത്ത് കുറേ നേരം നിന്നു, നിങ്ങളെ കണ്ടില്ല. പലപ്പോഴും നമുക്ക് ആവശ്യം തേജസ്സോടെ വരുന്നവനെ തൊടാനാണ്. പക്ഷേ ഭക്ഷണമില്ലാതൊരുത്തൻ, ദരിദ്രനായൊരുത്തൻ, ആഡംബര വസ്ത്രമില്ലാതൊരുത്തൻ യേശുവായി ഇവിടെ നിൽക്കും. അവൻ്റെ അരികിലേക്ക് വരാൻ നമ്മൾ കാണിക്കുന്ന മനസ്ഥിതിയാണ് ദൈവസാന്നിധ്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കത് കിട്ടുന്നത് കീബോർഡ് വായിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ കമ്പോസർ അടിക്കുമ്പോഴോ കിട്ടുന്ന ആ താളവും ലയവും ശ്രുതിയൊക്കെ നല്ലതാണ്. എന്നാൽ അതിനപ്പുറത്ത് പ്രസംഗകരുണ്ടാക്കുന്ന ആ ശബ്ദമാന്ത്രികത്തിൽ നമ്മൾ ലയിച്ചു ചേരുന്നതും നല്ലതാണ്. അതിലൊന്നും തെറ്റൊന്നുമില്ല, മനുഷ്യരങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിനപ്പുറത്ത് ഈ ഒരു പ്രവൃത്തിയിലൂടെ യേശുവിനെ ഒന്ന് കാണാൻ അടുത്തിയല്ല, അവിടെയാണ് ക്രിസ്ത്യജീവിതത്തിൻ്റെ ഒരു ശക്തി നിലനിൽക്കുന്നത്. എല്ലാ ദൈവിക നടത്തിപ്പുകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം അർപ്പിച്ച് വേഗം നമുക്ക് വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കണം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 35 മുതലുള്ള വേദഭാഗങ്ങൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് വായിച്ചുകൊള്ളുക. ഒരു കുരുടൻ ഭിക്ഷയാചിച്ചുകൊണ്ട് വഴിയരികെ ഇരിക്കുകയായിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുൻപിൽ നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കുവാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. മതി. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുട്ടികളുടെ നീറ്റ് എക്സാമാണ് ഇന്ന്. നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. എനിക്ക് 3 മക്കളാണ്. അതിൽ രണ്ടാമത്തെ മകൾ മെഡിസിന് പഠിക്കുന്നുണ്ട് പാലക്കാട് മെഡിക്കൽ കോളേജിൽ. ഈ ലൂക്കോസും ഒരു വൈദ്യനായിരുന്നു. അപ്പോത്തിക്കരി എന്നാണ് അന്ന് വൈദ്യന് പറഞ്ഞുകൊണ്ടിരുന്ന പേര്. വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലയിൽ മെഡിക്കൽ ലൈനിലുള്ള ചുരുക്കം ചിലരെങ്കിലും ഇവിടെ കാണും. നഴ്സസോ ഡോക്ടർമാരോ ഒക്കെ കാണും. സത്യത്തിൽ ഡോക്ടർ ചെയ്യുന്ന ദൗത്യം സൗഖ്യമാക്കാനുള്ള ശ്രമമാണെന്നറിയാം. മറ്റൊരു അർത്ഥം അതിനുണ്ട്. നമ്മളെ ഭൂതകാലത്ത് ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്, ഭൂതകാലത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഡോക്ടർ. സുഖമായോ എന്ന് ചോദിച്ചാൽ, മുറിവുള്ള നിങ്ങളോട് മുറിവില്ലാത്തൊരു കാലം പോലെ നിങ്ങളെത്തിയോ? ശ്വാസം മുട്ടുന്ന നിങ്ങൾ ശ്വാസം മുട്ടാത്ത പഴയ പോലെ ആയോ? അതാണ് അതിൻ്റെ ആ ചെറിയ പ്രിൻസിപ്പിൾ. അത് പൂർണ്ണമായി വിജയിക്കില്ല, നമുക്ക് ആശ്വാസമാണ് കിട്ടുന്നത്. അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഹോമിയോ, സിദ്ധ ഇവരൊക്കെ പറയും, പിന്നെ മറ്റെന്താ ആയുർവേദ ഒക്കെ പറയും, പൂർണ്ണമായിട്ട് മാറ്റും. ഒറ്റമൂലിക്കാരുമൊക്കെ പറയും.
ഒറ്റമൂലിക്കാർ നമ്മുടെ ഷുഗർ കംപ്ലീറ്റ് മാറ്റും, പക്ഷേ കിഡ്നി അടിച്ചു പോകും, അതാ കുഴപ്പം. അങ്ങനെയൊക്കെ പോയി ചെയ്യുന്ന ഒത്തിരി ഏർപ്പാടുകളുണ്ട് അല്ലേ. മാത്രമല്ല, നിങ്ങൾ ഈ ആളുകളെ സമീപിച്ചാൽ ഒറ്റ മണിക്കൂർ നിങ്ങളോട് പറയുന്നത് ഇംഗ്ലീഷ് മെഡിസിൻസിൻ്റെ കുറ്റമാണ്. അതിന് ഇന്ന ദോഷമുണ്ട്, ഇതാണ് കുറേ പറയുക. ഇവിടെ നമുക്കൊരു ഡോക്ടറെ കാണാം, ലൂക്ക്. ഇദ്ദേഹത്തിൻ്റെ വൈദ്യശാസ്ത്ര പാഠവും എഴുത്തിൽ പ്രകടമാണ്. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭാശയം മുതൽ മുടന്തനായ ഒരാൾ കണ്ടോ. നമ്മൾ നോക്കിയാൽ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അമ്മയുടെ ഗർഭാശയം മുതൽ ഇവൻ ഇതായിരുന്നു പ്രശ്നമെന്ന് ഒറ്റ നോട്ടത്തിൽ ലൂക്കിന് മനസ്സിലായി. ബിക്കോസ് ഹി ഈസ് എ ഡോക്ടർ. അതാ കാര്യം, ഹി വാസ് എ ഡോക്ടർ. ദെൻ ഈ സൗഖ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ മത്തായിയും മാർക്കോസും യോഹന്നാനുമൊക്കെ പറയുന്നതിൽ നിന്ന് വിഭിന്നമാണ് ലൂക്കോസിൻ്റെ സമീപനം. ഇവിടെ ഒരുത്തൻ്റെ സൗഖ്യമാണ്. ഇദ്ദേഹം പക്ഷേ ഈ രോഗിയുടെ പേര് പറയുന്നില്ല. മറ്റു പുസ്തകങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട്. ബർത്തലോമായി, ഇതാണ് പേര്. ഈ മനുഷ്യൻ കിടക്കുന്നത് ജെറിക്കോയുടെ ആ സ്ഥലത്താണ്. ജെറിക്കോ. ഞങ്ങൾ ഇസ്ലാമിക് ഡിബേറ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രശ്നം ചിലപ്പോൾ വരാറുണ്ട്. കാരണം ഒരാൾ പറയുന്നു അവൻ ജെറിക്കോവിലേക്ക് പോയാറെ ഒരു കുരുടനെ സുഖപ്പെടുത്തി, മറ്റൊരാൾ പറയുന്നു അവൻ ജെറിക്കോവിൽ നിന്ന് വന്നാറെ ഒരു കുരുടനെ സുഖപ്പെടുത്തി. ഇവർ ചോദിക്കാറുണ്ട്, പോയാറെയാണോ വന്നാറെയാണോ? ഞങ്ങൾ പറയാറുണ്ട് രണ്ടും ശരിയാണ്. അതിൻ്റെ കാരണം ജെറിക്കോവിലൂടെ ഒരു തോടുണ്ട്. ആ തോടിൻ്റെ അക്കരയും ഇക്കരയും ജെറിക്കോയാണ്. ഇക്കര നിന്ന ആൾ നോക്കുമ്പോൾ അവൻ ജെറിക്കോവിൽ നിന്ന് പോയാറെ, അക്കര നിന്നവന് മനസ്സിലായി അവൻ ജെറിക്കോവിലേക്ക് വന്നാറെ. ഇതൊക്കെ അതിൻ്റെ അർത്ഥം. ബൈബിളിൻ്റെ ആ ജോഗ്രഫിയൊക്കെ പഠിച്ചാൽ അങ്ങനെ മനസ്സിലാവും. സാർ ഇതിലൊക്കെ നല്ല എക്സ്പെർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വഴി ഒത്തിരി പോകുന്നില്ല. ഇവിടെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കുരുടനാണ്, ബ്ലൈൻഡാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ പേര് പഠിക്കണം, ബർത്തലോമായി. ചില പേരുകൾ ബൈബിളിൽ ബർ എന്ന് ചേർത്ത് വരും. അർത്ഥം പുത്രൻ എന്നാണ്. ബർന്നബാസ്, പ്രബോധനപുത്രൻ. അത് എബ്രായിലെ വരുന്നെങ്കിൽ ബെൻ എന്നാവും. ബെന്യാമീൻ. ബോ ബർണഗോസ്, ബർ അരമൈക്കാണ്. അപ്പോൾ ഇടങ്ങത്തെ നമ്മൾ കണ്ടേ തലോമായിയുടെ പുത്രൻ. ആരാ തലോമായി എന്നറിയണ്ടേ? ടോളമിയാണ്. ശരി പേര് തലോമായി എന്നാണ്, സായിപ്പ് ടോളമി എന്നാക്കിയതാണ്. നമ്മൾ ബൈബിളൊക്കെ വായിച്ചിട്ട് പറയും ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. ഇംഗ്ലീഷിൽ എങ്ങനെയാകട്ടെ, മലയാളമാണ് ശരി. പലർക്കും അതറിയില്ല. കൂടുതൽ ശരി. മൂലഭാഷയോട് നീതി പുലർത്തുന്നത് പേരുകളില്ല കേട്ടോ, മലയാളമാണ്. മാത്യു അല്ല ശരി, മത്തായി ആണ്. ജോണല്ല ശരി, യുഹാന. അതാണ് യേശു വിളിച്ചത്. കർത്താവിൻ്റെ പേര് തന്നെ ശരിക്ക് യഹോഷ്വ, അതാണ്. ജീസസ് അല്ല, പിന്നെ യഹോഷ്വ. യഹോഷ്വ ഹമ്മഷിഹ. യേശുവിനെ അങ്ങനെയാണ് വിളിക്കേണ്ടത്. അപ്പോൾ തലോമായി എന്ന് പറയുന്നത് ഒരു രാജവംശത്തിൻ്റെ പേരാണ്. അലക്സാണ്ടർക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം 4 വിഭജിക്കപ്പെട്ടപ്പോൾ അതിൽ 3ാമത്തെ വിഭജിക്കപ്പെട്ട ആ വിഭാഗം ടോളമി രാജവംശം എന്നറിയപ്പെട്ടു. ടോളമിമാർ ഭരണം നടത്തിയ സ്ഥലം ഉത്തരാഫ്രിക്കയുടെ മുനമ്പത്ത് ഈജിപ്റ്റായിരുന്നു. ഈജിപ്റ്റ് മുതലുള്ള ഭൂപ്രദേശങ്ങൾ. ഈജിപ്റ്റിലെ ടോളമിമാരെ പറ്റി നമുക്ക് അല്ലാതെ അറിയാം. ആൻ്റണി, ക്ലിയോപാട്ര, ഈ കഥകളൊക്കെ അറിയണ്ടോ. ഈജിപ്തിൻ്റെ ചരിത്രം എത്ര രസകരമാണ്. ഈ ടോളമി രാജവംശം പല കാര്യങ്ങളിൽ പ്രസിദ്ധരായിരുന്നു. ഒന്നാമത് നല്ല വിശാലഹൃദയരായ രാജാക്കന്മാർ, സംഗീതതൽപരരായ ആളുകൾ, പഠനതൽപരരായ ആളുകൾ. അതുകൊണ്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ലൈബ്രറി
ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അവിടെയാണ് നമ്മുടെ പഴയ നിയമം മുഴുവൻ ഗ്രീക്കിലേക്ക് മൊഴിമാറ്റം ചെയ്തു വച്ചിട്ടുള്ള ഗ്രന്ഥച്ചുരുളുകൾ ഇരുന്നിരുന്നത്. അത് നടത്തിയ രാജവംശം ടോളമിമാരായിരുന്നു. ടോളമി ഫിലാഡൽഫസ് ആയിരുന്നു. യേശുവിൻ്റെ കാലത്തിന് മുമ്പ് തന്നെ പഴയ നിയമം ഗ്രീക്കിലാക്കിയ ജാതീയ രാജവംശമായിരുന്നു ടോളമിമാർ. മുഷിയുന്നുണ്ടോ? ഞാനീ ഒരു ടൈപ്പാണ്. ഇനി ഉച്ച കഴിഞ്ഞൂടെ നിങ്ങൾ അടുത്ത സെഷനിലൂടെ വന്നാൽ വലിയൊരു വിടുതലൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ്. ഒരത്ഭുത സൗഖ്യമൊക്കെ അല്ലേ? അതുകൊണ്ട് ശാന്തമായിട്ട് പറയുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. അതറിഞ്ഞിട്ട് വേണം ടോണ് കൂട്ടാനാ. വൈബ്രേഷനൊക്കെ ഇടണോ? പ്രിയമുള്ളവരെ, ടോളമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയണോ? മിമിക്രിക്കാരി ചെന്നാൽ ഇങ്ങനെയാണ് നമ്മളൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത്. ഞങ്ങൾ കുറേ വർഷമായില്ലേ. ഇനി അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ ചെയ്തോളാം. വേണ്ടല്ലോ. നന്ദി. അപ്പോൾ ടോളമി ഫിലാഡൽഫസ് ഈ ഗ്രന്ഥപ്പുരയൊക്കെ ഉണ്ടാക്കിയ വലിയൊരു മനുഷ്യനാണ്. ഇത് കത്തിച്ച് കളഞ്ഞു കേട്ടോ. നമ്മുടെ ഉമറിൻ്റെ കാലത്ത് ഉമർ ഖലീഫയായിരിക്കുമ്പോൾ ഈ ഗ്രന്ഥപ്പുരയെല്ലാം കത്തിച്ചു. 2 മാസം നിന്ന് കത്തിയേ. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലെ ലൈബ്രറി അത്ര വലിയ സമ്പന്നമാണ്. സംസ്കാരം വളരെ വലുതാണ്. നമ്മുടെ ഇൻഡസ് വാലിയൊക്കെ പോലെയോ അതിനൊപ്പമോ ഒക്കെ വരുന്നതാണ് ഈജിപ്ഷ്യൻ. അപ്പോൾ ഈ സ്ഥലത്തുള്ള രാജാക്കന്മാരുടെ പേര് ധീരതയുടെയും ജാഗ്രതയുടെയും അന്വേഷണത്തിൻ്റെയും അറിവിൻ്റെയും ഒക്കെ പര്യായങ്ങളായിട്ട് അറിയപ്പെട്ടു. അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ള ഇത്തരം പേരുകൾ, പോപ്പുലറാകുന്ന പേരുകൾ ആളുകൾ മക്കൾക്കിടുന്നൊരു പതിവുണ്ട്. സച്ചിൻ എന്നൊക്കെ ഇന്നും മക്കൾക്കിടില്ല. ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ ജയൻ എന്നായിരുന്നു ഇടുന്നത്. എല്ലാവർക്കും തോറ്റു പോകുന്നവനും ഇടുന്നത് ജയൻ. ഇങ്ങനെയാണ്. അതുകൊണ്ടാ നമുക്ക് കോതമംഗലം ചെന്നാൽ എൽദോസിനെ മുട്ടിട്ട് നടക്കാൻ വയ്യ. ഇവിടെയും കാണും അല്ലേ? ബേസിലും എൽദോസും അല്ലേ? ഒരു ബേസിലോ മിനിമം ഒരു എൽദോസോ ഇല്ലാത്ത ഒറ്റ വീടുമില്ല. അപ്പോൾ ഇതുപോലെ കോമൺ ആയി കഴിയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇവരെ തിരിച്ചറിയാൻ ഉള്ളൊരു ടെക്നിക്കാണ് എൽദോസ് മോൻ, എൽദോസ് കുട്ടി, എൽദോസ് കുഞ്ഞെന്നൊക്കെ കിട്ടും. ഇങ്ങനെയാണ്. മധുരതാംകുറി വന്നാൽ ഈ കുഞ്ഞും കുട്ടിയില്ലാത്ത പേരില്ല. അങ്ങനെയാണ്. അപ്പോൾ പേരുകൾ ഒരു സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ്. അങ്ങനല്ലേ? അല്ലേ? അല്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ മാത്തുക്കുട്ടി എന്ന് പേരുള്ളൊരു സായിപ്പിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞാണ്. സാബു എന്ന് പേരുള്ള ഉണ്ടോ? ലീലാമ എന്ന് പറഞ്ഞൊരു മദാമ ഉണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് വരെ കണ്ടിട്ടില്ല. നമ്മളോട് കൂടെ സംസാരിക്കാൻ ഇന്നൊരു ദേവദാസനുണ്ട്. പേര് ബാബു. സാഹിബിന് ബാബു എന്ന് പേരുണ്ടോ? ഉള്ളതായിട്ട് അറിയത്തില്ല. അപ്പോൾ ഓരോ സംസ്കാരത്തിൻ്റെയാണ് ഓരോ പേര്. അപ്പോൾ ഈ പേരങ്ങ് പ്രസിദ്ധമായി. അപ്പോൾ സകലർക്ക് ഈ പേരിട്ടിട്ട് വന്നപ്പോൾ ഈ മകൻ അമ്മ ഇട്ട പേരാണ് ബർത്തലോമായി, സൺ ഓഫ് തിമായി. ഈ തലോമായി ലോപിച്ചതാണ് തിമായി. അതിൻ്റെ ഇംഗ്ലീഷാണ് ടോമി എന്ന് പറയുക. അപ്പോൾ ടോളമി എന്ന് പറഞ്ഞാലും ടോമി എന്ന് പറഞ്ഞാലും ഒന്നിൽ തലോമായി അല്ലെങ്കിൽ തിമായി. ഇതാണ് വസ്തുത. പക്ഷേ ആളിൻ്റെ പ്രശ്നം എന്താ? ബ്ലൈൻഡാണ്. അത് മാത്രമല്ല, ഒരു അനാഥത്വം അവനിലുണ്ട്. അതിനുമപ്പുറത്ത് അവൻ ദൈനംദിന ആവശ്യത്തിന് വേണ്ടി ഭിക്ഷയാചിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു പാർശ്വവൽകൃതൻ, ആർക്കും വേണ്ടാത്തൊരാൾ. അത്തരം ആളുകൾ ഈ കിടക്കുന്ന സ്ഥലത്തിനും ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്. ഒരു നാശപട്ടണത്തിലാണ് കിടക്കുന്നത്. അതിന് അടിസ്ഥാനമിടുമ്പോൾ മൂത്ത മകൻ മരിക്കുമെന്നും അതിന് വാതിൽപ്പടിയും കട്ടളയൊക്കെ വെക്കുമ്പോൾ അടുത്ത മകൻ മരിക്കുമെന്നും ഒക്കെ ഉള്ള ശാപം നിറഞ്ഞു നിൽക്കുന്ന ഇടം. ആ സ്ഥലത്താണ് പണ്ടൊരു കോട്ട തകർന്നത്, ദൈവപുരുഷന്മാരകത്ത് പ്രവേശിച്ചത്. ഇതൊക്കെ അറിയാം. നാശപട്ടണത്തിൻ്റെ പ്രവേശന കവാടത്തിങ്കൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ബർത്തലോമായി. അതുവഴി നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവ് ഇതുവഴി വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. നമ്മൾ ചിലപ്പോൾ പറയാറില്ല, അതിലേ വന്നപ്പോൾ അതിലേ ഒന്ന് കയറി. ജസ്റ്റ് ഇവിടെ വരെ വന്നപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പാണ് ഇങ്ങോട്ട് വരാനുള്ള ഒരു ക്രമീകരണമാകുന്നത്.
ഇന്നലെ വൈക്കത്തായിരുന്നു രാത്രി കൺവെൻഷൻ. അവിടുന്ന് വണ്ടി ഓടിച്ചു വന്നാണ്. അപ്പോൾ ഈ 2 യോഗം ഇവിടെ കൂടി. അപ്പോൾ ഇതൊരു പ്ലാൻഡല്ല, മുൻകൂട്ടി ചിന്തിച്ചതല്ല. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ടോ കർത്താവ് ഇങ്ങനെ ബൈ ചാൻസിൽ പോകുന്നു. പോകുകയില്ലെന്ന് മാത്രമല്ല, ഒന്നും യാദൃച്ഛികമില്ല. അവിടുത്തെ പദ്ധതിയിൽ ഒന്നുമില്ല, എല്ലാം മുൻകൂട്ടി ചെയ്തതാണ്. ഒരു കാര്യം ഉറപ്പാണ്, യേശു ഒരു സ്ഥലത്ത് കൂടി വന്നാൽ അവിടുത്തെ അസാന്നിധ്യമുണ്ടല്ലോ, തിരിച്ചുപോക്ക്, ആ തിരിച്ചുപോക്ക് വന്നതുപോലാവില്ല. ഒരു വലിയ മാറ്റം. അവിടുത്തെ നിഴൽ പോലും അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്നതാണ്. ആ നിഴൽ വീണാൽ മതി, ആ ശബ്ദം കേട്ടാൽ മതി. 2000 ആണ്ട് കഴിഞ്ഞ് ആ ശബ്ദം ഇന്നും അതിൻ്റെ ഉൽപാദനക്ഷമത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ യേശു ജെറിഹോവിലൊക്കെ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, 1000 ആണ്ടുകൾ ജെറിഹോവിൽ സ്വരുക്കൂട്ടി കിടക്കുന്ന എല്ലാ ശാപവും തീർക്കാൻ കഴിയുന്ന വാക്കിൻ്റെ ഉടമ അതുവഴി വരുന്നു എന്നറിവ് ഇരുട്ടിൻ്റെ ശക്തികളെ ഭയപ്പെടുത്തി. യേശുവിൻ്റെ സാന്നിധ്യം ഇരുട്ടിൻ്റെ ശക്തികളെ, അധർമ്മത്തിൻ്റെ ശക്തികളെ, പാപത്തിൻ്റെ ശക്തികളെ ഭയപ്പെടുത്തും. ഇന്ന് യേശു കൂടെയുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ എന്തൊരാനന്ദം! ഏത് ശാപവും മാറിപ്പോകുന്ന വലിയ അനുഭവത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്നിവിടെ വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒരിക്കലായി വന്ന ഈ ക്രിസ്തു സാന്നിധ്യമാണ് ഇരുട്ടിനെ മാറ്റിയത്, അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത്. യെരിഹോയ്ക്ക് സമാനമായ ജീവിത പരിസ്ഥിതിയിൽ ദാ കിടക്കുന്നു ഞാനും നിങ്ങളുമൊക്കെ ഇന്ന്. അത് മാറാൻ എന്താ വഴി? മാറൂലെന്നാ ചിലതൊക്കെ. ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് ചിന്തിച്ചിട്ടുണ്ട്, ചിലതൊന്നും മാറില്ല എന്ന്. പിശാച് പലപ്പോഴും വന്നിട്ട് പറയും ചിലതൊന്നും മാറില്ല, അതവിടെ കിടക്കും. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഉപവസിച്ചിട്ട് കാര്യമില്ല, നന്മ ചെയ്തിട്ട് കാര്യമില്ല, ഞാനിതൊക്കെ ചെയ്തു മാറില്ല. അങ്ങനെ മാറാത്തൊരവസ്ഥയാണ് ബ്ലൈൻഡായിരിക്കുന്നു എന്നതും യാചകനായിരിക്കുന്നു എന്നതും പരസഹായം വേണമെന്നുള്ളതും. ഈ അവസ്ഥയ്ക്ക് മാറ്റമില്ല, പിന്നെ പരിസ്ഥിതിയോട് പൊരുത്തപ്പെട്ടു പോവുക എന്ന ഒരു സോഷ്യോളജിക്കൽ ബോധമാണ് നമ്മൾ പിന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. പക്ഷേ എല്ലാ ബോധത്തിനും മീതെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. തങ്കലേകാഗ്രചിത്തന്മാരായി ആരിന്ന് വചനത്തിൻ്റെ മുമ്പിൽ കാത്തിരിക്കുമോ, വചനം അതിൻ്റെ പ്രവൃത്തി അടിത്തട്ട് മുതൽ ചെയ്തുകൊണ്ടിരിക്കും. പ്രകടമായത് ചിലർക്ക് കാണാൻ പറ്റില്ലെങ്കിലും അകത്താണ് ചിലതരം വിടുതൽ. നമുക്കറിയാം, ഒരു ശവമഞ്ചം പേറി ആളുകൾ വരിക. ആളുകൾ വരുമ്പോൾ യേശുവത്ത് തടഞ്ഞ് വഴി നിൽക്കുക. ആംബുലൻസ് വരുമ്പോൾ നടു റോഡിൽ നിൽക്കുന്ന സ്ഥിതി എന്നാലോചിച്ച്. ആ നിൽക്കുന്നവനെ ആളുകൾ എങ്ങനെ കാണും? യേശു വെറുതെ നിൽക്കല്ല, തടയാൻ തന്നെ നിൽക്കുക അവിടെ നിർത്തുക. ഈ ആംബുലൻസ് പോകുന്നത് പ്രത്യാശ നഷ്ടപ്പെട്ടിടത്തേക്കാണ്. നിങ്ങൾ ചില സ്ഥലങ്ങളെ കാണുക, കോടതി വളപ്പ്, പോലീസ് സ്റ്റേഷൻ, ആശുപത്രി. നിരാശപ്പെട്ട മനുഷ്യരുടെ മുഖം കാണാം. കേസ് ജയിച്ചവനും സന്തോഷമില്ല, പണമൊക്കെ കൊണ്ട് കളഞ്ഞു. കേസ് തോറ്റവന് ദുഃഖം, കേസ് ജയിച്ചവന് ദുഃഖം. കാരണം ജയിക്കേണ്ട സമയത്ത് ജയിച്ചില്ല, പണവും മറ്റു കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു. എവിടെങ്കിലും ഇതൊന്ന് കൊണ്ട് കളഞ്ഞാൽ മതിയെന്നോർത്ത്, അതിൽ തലയിട്ട് പോയല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന മനുഷ്യരെ കാണാം. അനീതിയുടെ ശബ്ദം, വലിയൊരു ഇരുട്ടിൻ്റെ വ്യവഹാര ഭൂമികയാണ് ഇത്തരയിടങ്ങൾ. ഹോസ്പിറ്റലിൽ ചെല്ലുക, അവിടെ എന്താ കാണുന്നത്? നിരാശ ബാധിച്ച മുഖങ്ങൾ, പണമില്ലാത്ത ആളുകൾ. സൗഖ്യമായി ഡിസ്ചാർജ് ചെയ്തു പോകുന്നവൻ്റെ മുഖത്തും സന്തോഷമില്ല. വലിയ നഷ്ടങ്ങളാണ്. ആ നഷ്ടങ്ങളുടെ സ്വരുക്കുട്ടി കിടക്കുന്ന, ആ പെയ്യാനിരിക്കുന്ന മേഘം പോലെ കാത്തിരിക്കുന്ന, നിരാശ ബാധിച്ച ഒരുവനെ കാണുന്നതും നിരാശയാണ്. ജീവിതം തകർന്നവനെ കാണുന്നത് നിരാശയാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ ചിലരൊക്കെ കൈതരാതെ പോയത്. നിങ്ങൾ കൊടുത്തൊരു നെഗറ്റീവ് എനർജിയാ. വേണ്ട, അവനെന്തോ സഹായം കാത്തു നിൽക്കുക, അവൻ്റെ കൂടെ കൂടിയാൽ എൻ്റെ ആ കയ്യിൽ നിന്ന് പണം പോകും, അല്ലെങ്കിൽ അത് കേൾക്കാൻ ആഗ്രഹമില്ല. വിജയിച്ചവനൊപ്പം കൂടാൻ കാത്തിരിക്കുന്ന ആളുകളാ ലോകം മുഴുവൻ. ആരുമില്ല. ഇതാ ഒരു ശവശരീരം കൊണ്ടുവരിക. യേശു തൊട്ടു. ആളുകളൊക്കെ സ്തംഭിച്ചപ്പോൾ പുറത്ത് നിന്നവരെല്ലാം നിശബ്ദരായി. എന്തായി ചെയ്യുന്നേ? പുറത്ത് ആരവാരമുണ്ടായിരുന്നു, പക്ഷെ അവരറിയാത്തൊരു വിടുതൽ ശവമഞ്ചത്തിനകത്ത് നടക്കുന്നുണ്ട്.
നിശബ്ദമായൊരു വിടുതൽ. ദൈവിക ഇടപെടലിൻ്റെ ആ നിശബ്ദത ചിലർക്ക് മനസ്സിലാവില്ല. നമ്മൾ ധരിച്ചത് ബഹളമയമായ ഒരു അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന വൈകാരികമായ ഒരു അനുഭൂതി മാത്രമാണ് ദൈവത്തിൻ്റെ ഇടപെടലെന്ന. അങ്ങനെയല്ല, അദൃശ്യമായ ഒരു ദൈവപ്രവൃത്തി ജീവൻ നഷ്ടപ്പെട്ടു പോയവൻ്റെ ഉള്ളിൽ വ്യാപരിച്ച് അവൻ തിരികെ വന്നതുപോലെ നമ്മെ പുനഃസ്ഥാപിക്കാൻ അധികാരമുള്ള ദൈവപുത്രൻ ജെറിക്കോവിലൂടെ വരിക. വല്ലാത്തൊരു ആരവാരം. അപ്പോൾ ഈ ചങ്ങാതി ചോദിച്ചു, എന്താ ഈ സംഭവിക്കുന്നത്? അപ്പോൾ ഒരാൾ പരിചയപ്പെടുത്തി, അതേ നസ്രയനായ യേശു ഇതുവഴി വരുന്നു. കണ്ടോ, നല്ല പരിചയപ്പെടുത്തലാണ് അല്ലേ? നസ്രയനായ യേശു. ഈ വാക്ക് അവന് സന്തോഷമായി. അടുത്ത് വരുമ്പോൾ ഇവൻ വിളിക്കേണ്ടത് നസ്രയനായ യേശുവെ എന്നാണ്. പക്ഷേ ഇവൻ വിളിക്കുന്നത് യേശുവെ ദാവീദ് പുത്ര എന്നാണ്. പരിചയപ്പെടുത്തിയത് നസ്രായൻ, വിളിക്കുന്നത് ദാവീദ് പുത്രൻ. എന്തതിൻ്റെ അർത്ഥം? വലിയൊരാശയമുണ്ട്. ഈ ഒറ്റ കാരണത്താൽ അവനെ പിടിച്ചകത്തിടാം പുരോഹിതന്മാർക്ക്. അതിൻ്റെ കാരണം യേശുവിൻ്റെ മശിഹ എന്ന ആ ഓഫീസിനെ നിരാകരിക്കുന്ന ജൂതന്മാരാ ചുറ്റും. മശിഹയായി കാണാൻ അവർക്ക് ആഗ്രഹമില്ല. ദാവീദിൻ കുലത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയാൻ അവർക്ക് ആഗ്രഹമില്ല. യേശുവിനെ അവഹേളിക്കുന്നൊരു കമ്മ്യൂണിറ്റിയാണ് ആ ചുറ്റും നിൽക്കുന്നത്. യേശുവിൻ്റെ കൂടെ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന, യേശു പഠിപ്പിക്കുന്ന ക്ലാസ് പഠിക്കുന്ന ശിഷ്യനും ദാവീദ് പുത്ര എന്നങ്ങനെ കയറി വിളിക്കുന്നില്ല. ആർക്കും ഭയമുണ്ട്, ഉള്ളിലൊക്കെ അറിയാം. ദൈവരാജ്യം പഠിക്കുന്നവന് പോലുമില്ലാത്തൊരു ധൈര്യത്തിൽ ഈ കുരുടം വിളിക്കുകയാണ് ദാവീദ് പുത്ര. എന്തതിൻ്റെ അർത്ഥം എന്നറിയണ്ടേ? ഇതൊരു മഹാവിപ്ലവം പോലെയാ. ഒറ്റക്കുള്ളൊരു സമരമാണ്. വീട് വിട്ടേകരായി യേശുവിനെ കണ്ടിറങ്ങിയവരുണ്ട്. അതൊരു സമരമാണ്. നിശബ്ദമായ ആ സമരത്തിൽ ആത്യന്തിക വിജയം നമുക്കൊപ്പമാണ്. ഒറ്റ യേശുവിനെ കണ്ടിറങ്ങിയവരാരും തോൽവി പിണഞ്ഞവരല്ല, അവർ ജയമെടുത്തവരാണ്. ചുറ്റുമിരിക്കുന്നവർ എന്ത് പരിചയപ്പെടുത്തി എന്നുള്ളതല്ല, ഞാൻ എന്ത് ശബ്ദം കേട്ടു എന്നുള്ളതല്ല, എനിക്കങ്ങയെ വിളിക്കുവാൻ ഒരു വിളിപ്പേര് കിട്ടുന്നു, ദാവീദ് പുത്ര. ദാവീദ് പുത്ര എന്നുള്ള ഈ വിളിക്കൊരു കാരണമുണ്ട്. ഇവൻ ടോളമിയുടെ പുത്രനാണ് യഥാർത്ഥത്തിലല്ലെങ്കിലും പേരുകൊണ്ടല്ലേ. രാജവംശമാണ് അവൻ്റെ പേരിൻ്റെ അടിസ്ഥാനം. ദാവീദും ഒരു രാജവംശമാണ്. അവന് പലപ്പോഴും ഈ പേരൊരു പ്രശ്നമാണ്. കാരണം ആ പേര് വിളിച്ചവനെ അവഹേളിക്കപ്പെടുന്നുണ്ട്. നിൻ്റെ പേരെന്താ? അത് ടോളമി, തലോമായി എന്ന് പറയുന്നത്, ടോളമി എന്ന് പറയുന്നത് ഒരു രാജവംശമല്ലേ? ബൈബിൾ പരിഭാഷപ്പെടുത്തിയ പൗരാണിക കുടുംബമല്ലേ? നിരവധി യുദ്ധം ജയിച്ച് ഈജിപ്തിനെ മുഴുവൻ കിടുകിടാ വിറപ്പിച്ച, ആയോധനകല പഠിച്ച യുദ്ധ സേനാനികളല്ലേ? നീ ആര്? ഈ പേര് അവന് ചൊരിഞ്ഞൊരു അപകർഷതാബോധമുണ്ട്. ഈ പേരവനിൽ ചൊരിഞ്ഞൊരു ശാപമുണ്ട്. ഈ പേരവന് സംഭവിച്ച ഒറ്റപ്പെടുത്തലുണ്ട്. ഒറ്റപ്പെടുത്തലിൻ്റെ നിരാശയുടെ ആ വേദനയിലൂടെ അവൻ കടക്കുമ്പോൾ അവൻ പഠിച്ചിട്ടുണ്ട് ദാവീദിനെക്കുറിച്ചും. ദാവീദിനൊരു പുത്രൻ വരുമെന്നും ആ ദാവീദ് പുത്രന് ഈ പരിമിതികളെ മറികടക്കാനുള്ള കരുത്തുണ്ടെന്നും അവൻ കൃത്യം മനസ്സിലാക്കിയിട്ട് മറ്റാരും വിളിക്കാത്ത ഒരു ശബ്ദത്തിൽ യേശുവിനെ അഡ്രസ്സ് ചെയ്യുകയാണ്, ദാവീദ് പുത്ര. ഇതാണ് വാസ്തവത്തിൽ ആരാധന. മറ്റാർക്കും അറിയാത്ത വിധത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വെളിപ്പാടുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. മറ്റാരും അനുഭവിക്കാത്ത വിധത്തിൽ ക്രിസ്തുവുമായി നമുക്കുള്ള ഒരു വ്യക്തിപര ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ ആ ആഴത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് നൽകുന്ന ആ സമർപ്പണമാണ് ആരാധന. നമ്മൾ പാട്ടും പ്രാർത്ഥനയും സ്തുതിയും സ്തോത്രമൊക്കെ അർപ്പിക്കുന്നവരാണ്. പക്ഷെങ്കിൽ ദൈവം നമുക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ അടുത്ത കാലത്ത് ചോദിച്ചു. ഇപ്പോൾ ഒരാൾ ചോദിച്ചാൽ എന്തിനാ, ദൈവം നമ്മളോട് കടപ്പെട്ടിട്ടില്ലല്ലോ നന്ദി പറയാൻ. നന്ദി എന്ന് പറയും. നമ്മൾ നല്ലൊരു തുക സ്വോത്രകാഴ്ച ഇട്ടാൽ നന്ദി പറയുമെന്ന് തോന്നില്ല ദൈവം. കാരണം അത് ദൈവത്തിൻ്റെ തന്നെ പണം നമ്മളങ്ങോട്ട് കൊണ്ടിട്ടെ. നമുക്ക് കിട്ടിയതൊക്കെ ദൈവത്തിൻ്റെ അങ്ങോട്ടിട്ടു. അതാ ലോകമനുഷ്യന് മനസ്സിലാകാത്ത അവൻ വലിയ പരിപാടികളൊക്കെ നടത്തുന്നു. സൃഷ്ടാവ് ചെയ്തതാണിതെങ്കിൽ ആ കൊടുക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല, ദൈവം തന്നാണ്. പക്ഷെ നന്ദി ദൈവം പറയാറുണ്ട്. എന്തിനാണെന്നറിയണ്ടേ?
5 അപ്പവും 2 മീനും ഒരു കുട്ടി കൊണ്ട് യേശുവിൻ്റെ പക്കലേക്ക് കൊടുക്കുക. വിറയാർന്ന കരങ്ങളോട് അതങ്ങോട്ട് കൊടുക്കുന്ന കുഞ്ഞിനെ കണ്ട് കർത്താവ് നന്ദി പറഞ്ഞിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? വാങ്ങി ഭക്ഷിച്ച ആയിരക്കണക്കിന് മനുഷ്യനേക്കാൾ സംതൃപ്തി ആ കൊടുത്ത കുഞ്ഞിനും കുടുംബത്തിനുമാണ്. ആ സംതൃപ്തിയെക്കുറിച്ച് ലോകത്തവിടെ വിവരിക്കുമ്പോഴും പേരും വിലാസവും ഇല്ലാത്ത ആ കുട്ടി ആസ്വദിക്കുന്നൊരു സുഖമുണ്ട്. അവൻ്റെ പേരിവിടെ എഴുതിയിട്ടില്ല. ബൈബിളിൽ മഹത്തരമായ പ്രവൃത്തി ചെയ്ത 2 കുട്ടികളുണ്ട്. നയമാൻ്റെ വീട്ടിലെ ഹൊന്നേസ്, പിന്നെ ഈ കുട്ടിയാണ്. ഇവർ രണ്ടിൻ്റെയും പേരില്ല. നിത്യതയിൽ ചെല്ലുമ്പോഴും നമ്മുടെ ആകാംക്ഷ ഒട്ടും കുറയ്ക്കേണ്ടവരെ കാണും നമ്മൾ. കർത്താവിന് വേണ്ടി പ്രധാനപ്പെട്ട മനുഷ്യർക്ക് ചിലപ്പോൾ പേരും പെരുമയൊന്നും ഉണ്ടാവില്ല. ഈ ഗ്രന്ഥച്ചുരുളിൽ സ്ഥാനം പിടിക്കത്തക്ക വിധം ചില പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്ന വേറിട്ട ചില ബന്ധങ്ങളുണ്ട്. ഇതാ ഇവൻ്റെ ഈ വാക്കിനും ഇതേ പവറാ. മറ്റാരും വിളിക്കാത്ത വിധത്തിൽ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനെക്കുറിച്ച്, ദൈവപുത്രനെക്കുറിച്ചുള്ള അവൻ്റെ കാഴ്ചപ്പാട് വിളിച്ചു പറയുക, ദാവീദ് പുത്ര. നമുക്കും ഇന്ന് എൻ്റെ കർത്താവേ, അങ്ങേക്ക് വേണ്ടി വേറിട്ടൊരനുഭവത്തിൽ എനിക്കൊന്ന് പ്രയോജനപ്പെടണം. അതിന് നമ്മൾ പലപ്പോഴും വരുന്ന എനിക്കെന്തെങ്കിലും കിട്ടുക, അത് തെറ്റൊന്നുമല്ല കേട്ടോ. നമുക്ക് കിട്ടുന്ന ഇടം ദൈവസന്നിധിയാണ്, അളവ് കൂടാതെ കിട്ടുന്ന ഇടം ദൈവസന്നിധിയാണ്. പക്ഷെ ചിലപ്പോഴെങ്കിലും പറയണം, സാർ ആദ്യം ഉറപ്പിച്ചോലെ, ഞാൻ ഒത്തിരി കൈപ്പറ്റിയല്ലോ, ഞാൻ ഒത്തിരി അനുഭവിച്ചല്ലോ നന്മകൾ. പക്ഷെ ഒരിക്കലെങ്കിലും അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എന്തായി എന്ന ഒരു തിരിച്ചറിവിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. അതിന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. സ്തോത്രം. കർത്താവിൻ്റെ അസൻ ശ്രീലങ്കയ്ക്കോ ഞാനൊത്തിരി പോകാൻ ആഗ്രഹിച്ചൊരു രാജ്യമാണ്. പോകാൻ ആഗ്രഹിച്ചെടുത്തൊന്നും ദൈവം വീട്ടിൽ എന്താണെന്നറിയില്ല. ആഫ്രിക്ക ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ആഗ്രഹിച്ചു. അമേരിക്കയ്ക്കും UK ഒക്കെ വിസ കിട്ടി, ഇസ്രയേലിന് കിട്ടി, പല വിസ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇഷ്ടമാണ് പോകാൻ. കാരണം നമുക്ക് ഈ രാജ്യങ്ങളിൽ ചെന്നാൽ അവിടെ ചെയ്യാൻ ചിലതുണ്ട്. അതാ സത്യം. എന്തൊക്കെയോ ചിലത് ചെയ്യാനുണ്ട്. അപ്പോൾ ദൈവം ഒരിക്കലായിരിക്കും ഇത്തരം സ്ഥലങ്ങളിൽ പോകണം, കർത്താവിന് വേണ്ടി പ്രണപ്പെടണം. ബാക്കി സ്ഥലങ്ങളിൽ നമുക്ക് നന്മയും പരിഗണനയും കിട്ടുമ്പോൾ ഇവിടെ നാം പരിഗണിക്കേണ്ട ചിലരെ ദൈവം ഒരുക്കി വെക്കും. അപ്പോൾ ദൈവം ഒരു നന്ദി പറയും നമുക്ക് തിരിച്ച്. നാം പരിഗണിക്കേണ്ട മനുഷ്യരുണ്ടെന്നേ, നാം കരുതേണ്ട മനുഷ്യരുണ്ടെന്നേ. ആ കരുതൽ നഷ്ടപ്പെടുന്ന ഇടത്ത് നമ്മുടെ കൃത്യവിശ്വാസത്തിൻ്റെ ശക്തി ദുർബലമാവുകയാണ്. പ്രസംഗർ സാധാരണ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പൊക്കെ പറയാറുണ്ട്, ദൈവം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കൺഷൻ പ്രസംഗരൊക്കെ സ്ഥിരം പറയുന്നൊരു പരിപാടിയാണ്, തേജസ് വാരി ചുറ്റി ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. വേഗത്തിൽ വരാനുള്ള തിരക്കുകൊണ്ട് വാരി ചുറ്റിയതായിരിക്കും. കാരണം നമ്മളിങ്ങനെ വാരി ചുറ്റുന്നതൊക്കെ എന്തിന്? സൗകര്യമാർ പെട്ടെന്ന് സാരി ഉടുത്താൽ അല്ലേ, വാരി ചുറ്റി പോലെ ഇരിക്കും, വൃത്തിയാവില്ല. നമ്മൾ പ്രാർത്ഥിച്ച് സ്പീഡ് കൂട്ടിയപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? എവിടെ ആ തേജസ് ഇങ്ങനെ എടുത്തതെന്ന് പറഞ്ഞ് ദൂതന്മാർ കൊണ്ടു കൊടുത്തു. വാരി ചുറ്റി ഒരു വരവ്. അങ്ങനെ ആയിരിക്കും എന്തോ. അപ്പോൾ തേജസ് വാരി ചുറ്റി കർത്താവ് ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ തൃശ്ശൂരുകാരെല്ലാം ഇവിടെ വരും, ഒന്ന് കണ്ടേക്കാന്ന് ഓർത്ത്. പ്രശാന്ത് രഘുവംശൻ ദില്ലിയിൽ നിന്ന് ഇവിടെ വരും, ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ. തേജസ് കാരണം നമ്മളിത് പ്രാർത്ഥിക്കുക, നിൻ്റെ തേജസ് അയക്കണം, തേജസ് അയക്കണം അല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് കർത്താവ് പറയും, നമ്മൾ ചോദിക്കും, കർത്താവേ ഞാൻ അത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. കർത്താവ് പറയും, ഞാൻ വന്നിരുന്നു ഇന്ന് ഫുൾ ഗോസ്പൽ ചർച്ച്, കണ്ടില്ലേ? ഇല്ല, ഞാനുണ്ടായിരുന്നു അവിടെ. എപ്പോഴാ? ഏറ്റവും ഒടുവിൽ വീട്ടിലേക്ക് മടങ്ങാൻ ബസ് ഫെയർ ഇല്ലാതെ കാത്തു നിന്നത് ഞാനാ. ആരെങ്കിലും ഒന്ന് കൈ തരുമെന്നോർത്ത് കാത്തു നിന്ന ഞാനാ. നിങ്ങളൊക്കെ കൈ കൊടുത്ത് പോയപ്പോൾ എൻ്റെ അരികിലേക്കൊന്ന് വരുമെന്നോർത്ത് കുറേ നേരം നിന്നു, നിങ്ങളെ കണ്ടില്ല. പലപ്പോഴും നമുക്ക് ആവശ്യം തേജസ്സോടെ വരുന്നവനെ തൊടാനാണ്. പക്ഷേ ഭക്ഷണമില്ലാതൊരുത്തൻ, ദരിദ്രനായൊരുത്തൻ, ആഡംബര വസ്ത്രമില്ലാതൊരുത്തൻ യേശുവായി ഇവിടെ നിൽക്കും. അവൻ്റെ അരികിലേക്ക് വരാൻ നമ്മൾ കാണിക്കുന്ന മനസ്ഥിതിയാണ് ദൈവസാന്നിധ്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്കത് കിട്ടുന്നത് കീബോർഡ് വായിക്കുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ കമ്പോസർ അടിക്കുമ്പോഴോ കിട്ടുന്ന ആ താളവും ലയവും ശ്രുതിയൊക്കെ നല്ലതാണ്. എന്നാൽ അതിനപ്പുറത്ത് പ്രസംഗകരുണ്ടാക്കുന്ന ആ ശബ്ദമാന്ത്രികത്തിൽ നമ്മൾ ലയിച്ചു ചേരുന്നതും നല്ലതാണ്. അതിലൊന്നും തെറ്റൊന്നുമില്ല, മനുഷ്യരങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിനപ്പുറത്ത് ഈ ഒരു പ്രവൃത്തിയിലൂടെ യേശുവിനെ ഒന്ന് കാണാൻ അടുത്തിയല്ല,
അവിടെയാണ് ക്രിസ്ത്യജീവിതത്തിൻ്റെ ഒരു ശക്തി നിലനിൽക്കുന്നത്. ഇത് യേശു കാട്ടിത്തരികയാണ്. ആയിരക്കണക്കിന് ആളുകൾ ചിതറിക്കൂടിക്കിടക്കുന്ന ഇടത്തേക്ക് ഇവൻ ഒറ്റയ്ക്ക് വിളിക്കുക, ദാവീദ് പുത്ര, ദാവീദ് പുത്ര. ഈ ശബ്ദം വല്ലാതായപ്പോൾ നാട്ടുകാർക്കെല്ലാം ശല്യം. ആരോ പറഞ്ഞു മിണ്ടാതിരി, മിണ്ടാതിരി, മിണ്ടാതിരി. ഇങ്ങനെയാണ് മനുഷ്യർക്കല്ലെങ്കിൽ നമ്മുടെ ഈ ശബ്ദം ഏതാണ്ടൊരു വെറുപ്പാണ്, അല്ലേ? ക്ഷമിക്കണം, ഞാൻ നമ്മുടെ ബ്രദറൻ സഹോദരങ്ങളുമായിട്ടൊരു ഡിബേറ്റ് നടത്തുമ്പോൾ അതിലൊരു മാന്യനായൊരു പണ്ഡിതൻ, അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഈ ആരാധനയിലൊക്കെ ഒരുതരം ചന്ത പോലാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അങ്ങ് ഇമോഷണലായി. അപ്പോൾ നമ്മുടെ ആളുകളിൽ അവർ തിരിച്ച് ഫ്രണ്ടിലിരുന്ന് കേൾക്കുന്നിടത്ത് അവിടെ കിടന്നങ്ങ് ബഹളമായി. ആ വാക്ക് പിൻവലിക്കണം, ഭയങ്കര വിഷയം. ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുക, ഞാനതിനല്ലേ ഇവിടെ നിൽക്കുന്നേ, അവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞു സാറത് പിൻവലിക്കൊന്നും വേണ്ട, അതങ്ങനെ കിടക്കട്ടെ. തന്നെയല്ല, അത് സാറ് മോശം പറഞ്ഞായിട്ട് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. കാരണം എനിക്ക് ചന്ത എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ അപ്പൻ ഒരു വാഴക്കറ പുരണ്ട ഉടുപ്പുമൊക്കെ ഇട്ട് വാഴക്കുല വിൽക്കാൻ പോയിട്ട് ഞങ്ങളെ പുലർത്താൻ കഷ്ടപ്പെട്ട് വരുന്ന അപ്പൻ ചന്തയ്ക്ക് പോയി എന്ന് കേട്ടാൽ വലിയ സന്തോഷമാണ്, അല്ലേ? ഒരു പ്രതീക്ഷ ഉള്ള സ്ഥലം അത്. ഞാൻ ചന്തയെ അവഹേളിക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് അങ്ങ് പറഞ്ഞത് വലിയൊരു പാരിതോഷികമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ചന്തയിൽ പോയിട്ടുണ്ടോ? പോകണം. നാരങ്ങ വിൽക്കുന്നു, മാങ്ങ വിൽക്കുന്നു, വെണ്ടയ്ക്ക വിൽക്കുന്നു, പലതരം സാധനം വയ്ക്കുക. അവൻ്റെ ഭാഷ കേട്ടിട്ടുണ്ട്, വളരെ മാന്യ. സാർ ഇതുവഴി വാ, ചേച്ചി ഇതുവഴി വാ. തെറി പറയോ? ഒന്നുമില്ല. അപ്പോൾ അടുത്തൊരാൾ പറയാം, സാറേ അതിലും നല്ലതാണ്, ഇങ്ങോട്ട് വാ സാറേ. സാറെന്തിനാ അവിടെ പോന്നു, ഇങ്ങോട്ട് വാ, അതിലും കുറച്ച് വാ. നമ്മളവർക്ക് ഇവരെല്ലാം തമ്മിൽ ഭയങ്കര ശണ്ടയാണ്, അന്നേരത്തേക്കുള്ളൂ. അതിലൊരുത്തൻ വീക്കാണെങ്കിൽ, ദുർബലനാണെങ്കിൽ ഇവനോട് കൂടി സഹായിക്കും. അത്ര മനുഷ്യരാ അത്. അപ്പോഴടുത്തത് ഇങ്ങനെ ഇവർ സംസാരിക്കുക. അപ്പം നാരങ്ങ വേണമെന്നവൻ നാരങ്ങ വാങ്ങുന്നു, മാങ്ങ വേണമെന്ന ആൾ അത് മേടിക്കുന്നു, പച്ചക്കറി വേണ്ട സഹോദരി അത് മേടിക്കുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ അവിടെ നടക്കുന്ന നല്ല കമ്മ്യൂണിക്കേഷനാണ്. പുറത്തുനിന്ന് നോക്കിയാൽ വല്ലാത്ത എരപ്പാണ്, അകത്തൊന്ന് കയറി നോക്കുക വല്ല എരപ്പുണ്ടോ. ഇത് ചന്തയാണോ വെച്ചാൽ ആണെന്ന്. കാരണം എന്താ, ഇവിടെ വലിയൊരു കമ്മ്യൂണിക്കേഷൻ നടക്കില്ലേ മുകളിലോട്ട്. പിന്നെ ആവശ്യമുള്ളതൊക്കെ നമ്മൾ പ്രാപിക്കുന്ന ഇടമല്ലേ. അതിനെ ചെറുതായിട്ട് കാണണം. നല്ല ഉദാഹരണമല്ലേ അല്ലേ? നല്ലൊരു ഉദാഹരണം. അത് ഏറ്റവും താഴേക്കിടയിൽ അധ്വാനിക്കുന്ന വ്യവസായിയുടെ അല്ലെങ്കിൽ ആ കച്ചവടക്കാരൻ്റെ ആരാധനാലയമാണ് ചന്ത. ആ ദിവസം അവന് പ്രിയപ്പെട്ടതാ. അത് വെച്ച് വേണം മോളെ പഠിപ്പിക്കാൻ, അത് വെച്ച് വേണം ലോൺ അടയ്ക്കാൻ. 100 കാര്യങ്ങൾ സങ്കല്പിച്ച് അവൻ വന്ന സ്ഥലം അത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ പരിഹസിച്ചാൽ അതൊരു ബലമാണ് നമുക്ക്. ഇവിടെ വെറുതെ ഒന്നും വന്നല്ല. പരിഹസിക്കുന്തോറും നമ്മൾ അറിയണം, ശ്രേഷ്ഠകരമായൊരിടത്തെ ഈ ശബ്ദം മുകളിലേക്ക് എത്തിക്കാൻ ആ ബന്ധപ്പെട്ട് നമ്മൾ വന്നതിനാ തമ്പുരാൻ്റെ അരികിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശക്തിപ്പെടുത്താനാ ഈ വന്നേ. അവിടെ ബഹളമൊന്നും വിഷയമല്ല. ഇവനോ അധികം ശബ്ദത്തിൽ വിളിച്ചു, ദാവീദ് പുത്ര, ദാവീദ് പുത്ര, ദാവീദ് പുത്ര. അപ്പോഴൊക്കെ നിശബ്ദരാക്കാൻ വീട്ടിൽ ആളുണ്ട്, സമൂഹത്തിൽ ആളുണ്ട്, കൂട്ടുകാരുണ്ട്. ഇതെന്തിനെന്ന് ചോദിക്കും. അപ്പോഴൊക്കെ പറയണം, എൻ്റെ ജീവിതത്തിൻ്റെ ശക്തി ഈ വിളിയാ. ഈ വിളി മാത്രമാണ് എന്നെ ഞാനാക്കിയത്. പണ്ടേ തകരേണ്ട എനിക്ക് ശക്തി വന്നതേ, കൃപ കിട്ടിയതേ ഈ വിളിയുടെ ആധിക്യം കൊണ്ടാ. ആ വിളി നിശബ്ദമാകുന്നിടത്തൊക്കെ ഞാൻ ശൂന്യനാ, എന്നെ ഒന്നിനും കൊള്ളില്ല. പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ ആ മനസ്ഥിതി അത് നമ്മളിൽ ശക്തിപ്പെടട്ടെ. ഞാനിത് ഒരനുഭവം പറയാം. ഈ ജോർജ് മുള്ളറുടെ ആ സ്ഥാപനത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ഇത് പോയി എന്നൊന്നും പറയാനല്ല, ഞാൻ ഈ പോയ സ്ഥലത്തെ വിവരണം പറയാറുമില്ല. അപ്പം അവിടെ ഒരു പുൽപ്പിറ്റ് ഇതുപോലെ ഉണ്ട്. നമുക്കവിടെ നിന്ന് പ്രസംഗിക്കാം. കേൾക്കാനൊന്നും ആരുമില്ല. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചു എന്ന് പറഞ്ഞല്ലോ. കേട്ട ഐക്യരാഷ്ട്രസഭയല്ല, അവിടെ കേൾക്കാൻ ആരുമില്ല. ഇതുപോലെ കുറേ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഫോട്ടോ കറക്റ്റാണ്, അവിടെ ആരും ഇരിപ്പില്ല. നമ്മുടെ പ്രസംഗം കേൾക്കാൻ അവിടെ ആളിരിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ ചില ആൾ ദൈവങ്ങളൊക്കെ പോയി പ്രസംഗിച്ചു എന്നൊക്കെ കേട്ടോ. അവിടെ നിന്നും കേൾക്കാൻ ആരുമില്ല, ഓഫീസേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ലോകസമാധാനം പറയാൻ ഒരു സമാധാനം ഇല്ലാത്തടത്തുനിന്ന് അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോഴേ ഇതുപോലെ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് പ്രസംഗിക്കുക, ഫോട്ടോ ഒക്കെ എടുത്ത് തരും. ഞാൻ പെട്ടെന്ന് ഓർത്തു, അത് വേണ്ട, അതൊരു കോമഡിയാണ്. കാരണം
ഈ ജോർജ് മുള്ളർ ഉപയോഗിച്ച പുൽപ്പിറ്റ് ഉപയോഗിക്കാൻ നമ്മളാരാണ്? അതിൻ്റെ കാരണമുണ്ട്. അത് വിശുദ്ധിയൊന്നുമല്ല, അതുകൊണ്ടല്ല. നമ്മളാരും ആയില്ല. അതിൻ്റെ കാരണം ഈ മനുഷ്യൻ ഒരാവശ്യവും മനുഷ്യനോട് പറയാതെ പ്രാർത്ഥിച്ച് വലിയൊരു ഓർഫനേജ് നടത്തിയ ആളാണ്. പ്രാർത്ഥിച്ച് മാത്രം. ഇത് കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഒരു ദിവസം രാവിലെ ആയിരക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ആ ഘട്ടത്തിൽ അദ്ദേഹത്തോട് വന്ന് സ്റ്റാഫ് അറിയിച്ചു, സാർ കുട്ടികളിപ്പോൾ വരും, എന്താ ചെയ്യുക? അതേപോലെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന എന്താ, ബെല്ലടിക്കും, അവരകത്ത് കയറ്റും, അവർ പ്ലേറ്റ് വാഷ് ചെയ്ത് അങ്ങോട്ട് വന്ന് ക്യൂ നിൽക്കും, എന്നിട്ടൊരു 2-3 ലൈൻ പാട്ട് പാടും, ഫുഡിന് വേണ്ടി പ്രാർത്ഥിക്കും, എന്നിട്ട് ക്യൂ നിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ട് പോകും. അതങ്ങനെ തന്നെ നടക്കട്ടെ. അദ്ദേഹം പ്രാർത്ഥന മുറിക്കുള്ളിലേക്ക് കടന്നു. മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുക. ഈ ബെല്ലടിക്കുമെന്ന ആ ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു വേദന. ആയിരക്കണക്കിന് മക്കൾ ഫുഡില്ലാതെ തിരിച്ചു പോകുന്ന അവസ്ഥ വൃത്തി. കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. പ്രാർത്ഥിച്ച് അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പുറത്ത് തന്നെ കാത്താരോ വന്നിരിക്കുന്നു. ഇറങ്ങി ചെല്ലുക, സാർ പട്ടാള ക്യാമ്പിലേക്ക് ഫുഡും കൊണ്ടുപോയൊരു വണ്ടിയാണ്. ചൂട് പാല്, ബ്രെഡ്, സൂപ്പൊക്കെ ഉണ്ട്. സമയം കഴിഞ്ഞു പോയി സാർ, ഇനി അതവിടെ ആവശ്യമില്ല. അറിയിപ്പ് കിട്ടി. ആരോ പറഞ്ഞു, സാറിന് ഇങ്ങനൊരു സ്ഥാപനമുണ്ട്, ഇവിടെ ചിലപ്പോൾ എടുത്തേക്കും, ഈ ഫുഡ് കൈപ്പറ്റുമോ സാർ? അതെ യെസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കരയാൻ തൻ്റെ മുറിയിലേക്ക് ഓടി. ആദ്യത്തെ കണ്ണീര് ആവശ്യകതയുടേതെങ്കിൽ രണ്ടാമത്തെ കണ്ണീര് ജയത്തിൻ്റെതാണ്. കണ്ണീരിൻ്റെ ഭാഷയാണ് പ്രാർത്ഥനയുടെ ഭാഷ. കണ്ണീരില്ലാത്ത പ്രാർത്ഥനകളൊന്നും അർത്ഥവത്തല്ല. കൺവെൻഷന് വരുമ്പോൾ മൈക്കിൽ കൂടെ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് പറയുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ എന്തിന് മൈക്ക്? പ്രാർത്ഥിക്കാൻ എന്തിന് സാറിൻ്റെ ആഹ്വാനം? പ്രാർത്ഥിക്കാൻ എന്തിന് മറ്റൊരാളുടെ അവസരം? എവിടെ നിങ്ങൾ ഇരിക്കുന്നുവോ അവിടം പ്രാർത്ഥനയുടെ മുറിയാണ്. ഉലകത്തെ മുഴുവൻ ചലിപ്പിക്കാൻ കഴിയുന്ന വിസ്ഫോടനാത്മകമായ ഒരു ശക്തി നമ്മളിലുണ്ടെങ്കിൽ ഇവിടെ കയറി നിന്ന് എനിക്ക് എന്നെ തന്നെ പ്രദർശിപ്പിക്കണം എന്ന ചിന്തയ്ക്കപ്പുറത്ത് പ്രാർത്ഥിക്കണം. ഇവിടെ ഏത് ദൈവദാസനം വരട്ടെ, നല്ല പാട്ട് വരട്ടെ, ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് പോരാടി ഒപ്പമുണ്ടെന്ന് പറയാൻ കഴിയുന്ന ആ ഒരു ആത്മബന്ധം നമുക്കുണ്ടാകണം. മറിച്ച് നമ്മൾ കേട്ടതല്ല, മിണ്ടരുത്, 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 അനങ്ങരുത്. അവൻ ഉച്ചത്തിൽ വിളിച്ചു. യേശു അടുത്ത് വന്നു. എന്നിട്ട് ചോദിച്ചു, കൂട്ടുകാരാ, എന്താ നിനക്ക് ഞാൻ ചെയ്യണ്ടേ? അവൻ്റെ വാക്ക് കേട്ടില്ലേ? റബ്ബൂനി. ചില പരിഭാഷ കിടക്കുക, ഓ മൈ മാസ്റ്റർ. നമ്മുടെ ശിഷ്യന്മാർ പോലും റബി എന്ന് വിളിക്കുമ്പോൾ എവിടുന്ന് കിട്ടി ഈ ആത്മബന്ധം? അല്ലേ? നേരിട്ടൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനെ. തെറ്റിദ്ധരിക്കല്. ഞാനൊരു ഡിബേറ്റിൽ, ഹിന്ദു സൗരന്മാരുള്ളൊരു ഡിബേറ്റിൽ പറഞ്ഞ്, ഈ ഗുരു ദ്രോണാചാര്യയുണ്ട്. അപ്പം അദ്ദേഹം ഈ അസ്ത്രം നല്ല വിദഗ്ധനാണല്ലോ. ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപദേശിച്ചത് അർജുനനെയാണ്, പാർത്ഥൻ. പക്ഷെ ഇവർ നായാട്ടിന് പോയിട്ട് വരുമ്പോൾ, എന്തിനാ നായാട്ടിന് പോകുന്ന മാംസാഹാരം കഴിക്കാത്തവരോ നമുക്കറിയില്ല, അത് വേറെ കാര്യം. നായാട്ടിന് പോയിട്ട് വരുമ്പോൾ ഉണ്ട് അവരുടെ വേട്ടനായെ ഒരു പയ്യൻ അമ്പത് ഇങ്ങനെ കോർത്തു വച്ചിരിക്കുന്നു. അപ്പോൾ ഈ അർജുനൻ്റെ മുമ്പിൽ ഈ നായ വന്നു നിന്നപ്പോൾ ഒന്ന് തേടി ചെല്ലുമ്പോൾ ഒരു കാട്ടാളനാണ്. ഇവൻ പണ്ട് പോയി ശിഷ്യത്വം ചോദിക്കുമ്പോൾ കാട്ടാളനായതുകൊണ്ട് തിരിച്ചു വിട്ടിട്ട് ഇവനെ നമ്പരന്നിട്ട് ചോദിക്കും, ആരാണ് നിൻ്റെ ഗുരു? ഇത് ദ്രോണനാണ്. കാരണം ഇയാൾ നിരസിച്ചപ്പോൾ ഇവനൊരു ഐഡൽ ഉണ്ടാക്കിയിട്ട് ആ ഐക്കണിൻ്റെ മുമ്പിലിരുന്ന് സ്വന്തമായി പഠിച്ചതെന്നാണ്. അപ്പോൾ ഇയാൾക്ക് ദുഃഖമായി. പാർത്ഥൻ ചെന്ന് അർജുനൻ ചെന്നിട്ട് ദ്രോണരോട് പറയും, ഗുരു, എന്നെ കൂടാതെ അങ്ങേക്കൊരു ശിഷ്യനുണ്ട് അല്ലേ? കേട്ട് ദ്രോണർ അമ്പരന്നു. അവനെ പോയി വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഇവൻ ഈ കഥയെല്ലാം പറയും. കഥ പറയുമ്പോൾ അവനോട് പറയൊരു കാര്യം ചെയ്യും, ഞാനല്ല നിൻ്റെ ഗുരു, എനിക്ക് ദക്ഷിണ തരണം. ദക്ഷിണയായിട്ട് വെച്ച് ഈ പെരുവിരലാണ്. ഈ വിരൽ മുറിച്ചു കൊടുത്താൽ പിന്നെ അമ്പ വിടാൻ പറ്റില്ല. ഞാനവരോട് പറഞ്ഞൊരു കാര്യം, ഈ പശുപതാസ്ത്രവും ബ്രഹ്മാസ്ത്രവും ഇങ്ങനെ 100 കണക്കിന് അസ്ത്രം കലിക്കുന്ന പുള്ളിക്ക് ഒരു പാവം പയ്യൻ ഈ പട്ടിയുടെ ദേഹത്ത് അമ്പ് വിട്ടപ്പോൾ ഇത്ര പേടിയായിപ്പോയോ?
മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്രയും സാധനമുണ്ട്. മുഴുവൻ ഭസ്മീകരിക്കുന്ന സാധനം കൊണ്ടു നടക്കുന്ന ആളിന് 2 അമ്പ് കണ്ടപ്പോൾ പേടിച്ചെങ്കിൽ ഒറ്റ വഴിയുള്ള അവന് ദക്ഷിണ വെച്ച് അവൻ്റെ നിന്ന് പഠിച്ചാൽ മതിയായിരുന്നു. പണിയല്ല, ഇങ്ങനെ സാധനമൊന്നുമില്ല. കത്തിക്കുന്ന ഈ സാധനം പോട്ടെ. ഇത് ലൈവ് വിടുന്നുണ്ടോ മോനെ? ഇനി ഇതിൽ പരമൊന്നും എനിക്ക് വരാനില്ല, നടക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ഗുരുവിനോടുള്ള ചിലരുടെ ബന്ധം എങ്ങനെ, ഗുരുവിനോടുള്ള ബന്ധം വിവരിക്കാൻ കഴിയാത്ത ഈ ശിഷ്യന്മാരാരും റബ്ബൂനി എന്ന് വിളിച്ച് അങ്ങനെ കാണുന്നില്ല. ഒരിക്കലും ക്ലാസ് പഠിക്കാത്ത ഈ ചങ്ങാതി വിളിക്കുക, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഞാൻ നിർത്തണേ, 1 മിനിറ്റൂടെ. ക്ഷണത്തിൽ അവൻ്റെ കണ്ണ് തുറന്നു. അതിലൊരു സന്തോഷമുണ്ട്. നമ്മൾ ഓർക്കുന്നില്ലായിരിക്കാം, കണ്ണ് തുറന്നപ്പോൾ നമ്മൾ കണ്ടത് ഈ മാസ്ക് കിട്ടിയ ഡോക്ടറെയും കത്രിക പിടിച്ച കമ്പൗണ്ടറെയും. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു മിഡ് വൈഫ് കിട്ടിയ ഒരു അമ്മ, വല്ലാത്ത ബഹളോ, ആൾക്കാർ ഓർക്കാത്ത നമ്മുടെ ഓർമ്മയില്ലതില്ലെന്നുള്ളൂ. ഇതൊക്കെയാണ് കണ്ടത്. സുഖമില്ലാത്തൊരു അന്തരീക്ഷം. പക്ഷെ ഈ മനുഷ്യൻ ആദ്യം കണ്ടത് നസ്ര തന്നെയാണ്. ആദ്യത്തെ കാഴ്ച എന്തൊരാനന്ദമാണ്. ഇതുവരെ കാഴ്ച കിട്ടാതെ പോയി എന്ന നഷ്ടം മുഴുവൻ മാറിയിട്ട് അവൻ്റെ തുടക്കം യേശുവിൽ നിന്നാണ്. അതുപരം എന്ത് വേണം ജീവിതത്തിൽ? സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ആ കാഴ്ചയ്ക്ക് വേണ്ടിയാകട്ടെ നമ്മുടെ അന്വേഷണം. ആ കാഴ്ച കൂടാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ മുഴുവൻ തമ്പുരാൻ്റെ പക്കൽ അർപ്പിച്ച് ജയത്തോടെ മുമ്പോട്ട് പോകാൻ അത്യുന്നതൻ കൃപ